Let's move on to the topic network theory, circuits and networks. Actually, we are going through basics of network theory. So we have to study voltage, current, Kirchhoff voltage law, and some passive and active elements, linear, non-linear elements, like that. So firstly, move on to the voltage. What do you mean by voltage? Two types of charges, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും ബേസിക്കലി. അപ്പം പോസിറ്റീവും നെഗറ്റീവും ചാർജസും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. സോ പോസിറ്റീവ് വെച്ചാൽ നെഗറ്റീവിലോട്ട് അട്രാക്റ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ്. സോ എനർജി റിക്വയർഡ് ടു ഓവർകം the force energy required to overcome the force and move the charges through a specific distance. ആ എനർജിയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എനർജി റിക്വയർഡ് ടു ഓവർകം ദ ഫോഴ്സ് ആൻഡ് മൂവ് ദ ചാർജസ് ത്രൂ എ സ്പെസിഫിക് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ രണ്ട് ചാർജസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റിലേക്ക് എടുത്ത് മാറ്റണമെങ്കിൽ ഒരു എനർജി റിക്വയർഡ് ഉണ്ട്, ഒരു വർക്ക് ഡൺ ഉണ്ട്. സോ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഒരു സെപ്പറേറ്റബിൾ ഡിസ്റ്റൻസിൽ വച്ചിരിക്കുകയാണെങ്കിൽ അതിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചാർജിനെ വൺ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് മാറ്റുവാൻ അതിനൊരു എനർജി റിക്വയർമെൻ്റ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും ഒരു പൊട്ടൻഷ്യൽ എനർജി കാണും. അത് ബേസിക്കലി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയിരിക്കുന്ന ഓരോ ചാർജിനും ഒരു പൊട്ടൻഷ്യൽ എനർജി കാണും. ആ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ഓവർകം ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജിനെയോ നെഗറ്റീവ് ചാർജിനെയോ രണ്ട് ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അടുത്ത് വച്ചിരിക്കുന്ന ചാർജിനെ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഈ പൊട്ടൻഷ്യൽ എനർജി ബാരിയറിനെ നമ്മൾ ഓവർകം ചെയ്യും. സോ ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് കാൾഡ് വോൾട്ടേജ് എന്ന് പറയാം. അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ യൂണിറ്റ് ചാർജ് എന്ന് പറയാം. അതായത് ഒന്നുമില്ല, ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് തമ്മിൽ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അതിനെ ഒരു ചാർജിനെ ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്നും മൂവ് ചെയ്യാനുണ്ടായിരിക്കുന്ന എനർജിയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജികളുടെ ഡിഫറൻസ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വി ഈസ് ഈക്വൽ ടു dW/dQ. അതായത് സ്മാൾ ചേഞ്ച് ഇൻ എനർജി by small change in charge. Energy represents in joules, charge represents in coulomb. So 1 volt is the potential difference between 2 points when 1 joule of energy is used to pass 1 coulomb of charge from one point to another. 1 volt is the potential difference between the 2 points when 1 joule of energy is used to pass 1 coulomb of charge from one point to another. So what do you mean by current? Actually നമ്മളൊരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ there is always free electrons in a conductive material also. There is always free electrons. So when a voltage is applied in a semiconductor or conductive material, there is a flow of free electrons from one direction. Depends upon the polarity. So voltage apply ചെയ്യുമ്പം
ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കൺവെൻഷൻ. So conventionally the direction of current is opposite to the movement of electrons. Current can be represented by I is equal to Q by T, that is charge by time. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്, ടൈം എന്ന് പറയുന്നത് സെക്കൻഡാണ്. സോ 1 ആംപിയർ ഇസ് ഈക്വൽ ടു 1 കൂളം പെർ സെക്കൻഡ് എന്ന് പറയാം. സോ I ഈസ് ഈക്വൽ ടു dQ by dt എന്ന് പറയാം. 1 coulomb is equal to 6.25 into 10 raised to 18. പവർ ആൻഡ് എനർജി, കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്കിനെയാണ് എനർജി എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജിയെ പവർ എന്ന് പറയും. സോ പവർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എനർജി ബൈ ടൈം, that is W by T, or in small change represent ചെയ്യണമെങ്കിൽ dW by dt. സോ നമുക്ക് dW by dt എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റായിട്ട് കിട്ടും. dW by dt is equal to dW by dQ into dQ by dt from voltage and current. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പാത്തായിരിക്കും. അതിനകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെൻറ്റ്സ് ഉണ്ട്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ എലമെൻറ്റ്സ് ഉണ്ട്, ആസ് വെൽ ആസ് ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ എലമെൻറ്റ്സും ഉണ്ട്. സോ ഫസ്റ്റ് മൂവ് ഓൺ ടു ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെൻറ്റ്സ്. ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ കേപ്പബിൾ ഓഫ് ഡെലിവറിങ് പവർ ടു സം other elements, external device, that is called active. Passive means capable of receiving power from other sources. Active power deliver ചെയ്യുന്നു, passive power receive ചെയ്യും. സോ ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത് ആവറേജ് പവർ ഗ്രേറ്റർ ദാൻ 0 ഓവർ ആൻ ഇൻഫിനിറ്റ് ടൈം ഓഫ് ഇൻ്റർവെൽ പവർ ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സിനെയാണ് ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത്, ഡെലിവർ ചെയ്യുന്നത്. പാസീവ് എന്ന് പറയുന്നത് ആവറേജ് പവർ ഗ്രേറ്റർ ദാൻ 0 ഓവർ ആൻ ഇൻഫിനിറ്റ് ടൈം ഓഫ് ഇൻ്റർവെല്ലിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന എലമെൻറ്റ്സിനെയാണ് പാസീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ മീൻസ് വോൾട്ടേജ് കറണ്ട് റിലേഷൻ ഫോർ കറണ്ട് ഫ്ലോയിങ് ഇൻ ഐദർ ഡയറക്ഷൻ. അതായത് സെയിം ആയിരിക്കും. വോൾട്ടേജ് കറണ്ട് ഫ്ലോ റിലേഷൻ ഫോർ വോൾട്ടേജ് കറണ്ട് റിലേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ബൈലാറ്ററൽ എലമെൻറ്റിൽ കൂടി ബൈലാറ്ററൽ എലമെൻറ്റിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇൻ ഐദർ ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ വോൾട്ടേജ് കറണ്ട് റിലേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. VI എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഫോർ എ ബൈലാറ്ററൽ എലമെൻറ്റ്. കറണ്ട് ഫ്ലോയിങ് ഇൻ either direction, the voltage current relation will be same. യൂണിലാറ്ററൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കറണ്ട് ഫ്ലോ റിലേഷൻ ഫോർ an unilateral element is different for current flow in different direction. Linear and non-linear means V is equal to IR is the Ohm's law. So അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് V proportional to I. Linear means it will be straight line like this. The plot between voltage and current will be linear. In linear means that voltage and current relation will be a straight line in linear elements according to Ohm's law is called linear elements. And some basic laws are Ohm's law is equal to V by R,
I is equal to V by R. 1 by R can be represented by conductance opposite to the 1 by R is the conductance. 1 by R means 1 by resistance. The unit of conductance is mho. P is equal to Vi. P is equal to I square R, and some other equations according to the inductance value. V is equal to L di by dt. Energy stored in an inductor is Li square by 2, half Li square. And Coulomb's capacitor can be represented as charge by voltage, Q by V. Energy stored in a capacitor is equal to half CV square. So let's move on to the topic Kirchhoff voltage law. According to Kirchhoff voltage law, algebraic sum of all branch voltages around any closed path in a circuit is always zero at instants of time. For example, we represent a resistor circuit having resistance like R1 and R2 and a voltage source V, DC voltage source V, and it can be represented like, according to Kirchhoff voltage law, the external source voltage EV is equal to voltage across resistance R1 plus voltage across resistance R2, that can be represented as V is equal to VR1 by plus VR2, that is current into resistance of R1 and plus current into resistance R2. So I is equal to V by R1 plus R2. We will be get this result.